പകുതി വില തട്ടിപ്പിലൂടെ അനന്തു കൃഷ്ണൻ നേടിയ പണം ആരുടെയൊക്കെ കയ്യിലെത്തി? ഇത്രയേറെ 1000 കോടിക്ക് പുറത്താണ് തട്ടിപ്പിന്റെ വ്യാപ്തി എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പണം ആരുടെയൊക്കെ കയ്യിലെത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ജീവകാരുണ്യ രംഗത്ത് സജീവമായിരുന്ന സായി ഗ്രാമം ഡയറക്ടർ ആനന്ദകുമാറിന്റേത് കപടമുഖമായിരുന്നു. സഹസ്ര കോടിയുടെ സാമ്പത്തിക തട്ടിപ്പിൽ ചുരുളഴിയാത്ത രഹസ്യങ്ങളും ഉയരുന്ന ചോദ്യങ്ങളും ഇങ്ങനെ പലതാണ്. കേസ് ക്രൈംബ്രാഞ്ചിന് വിടാൻ കാലതാമസം ഉണ്ടാവുന്നതിന് പിന്നിൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള അവസരമൊരുക്കുകയാണോ എന്ന സംശയവും പലരും ഉയർത്തുന്നുണ്ട്. ഉത്തരമില്ലാത്ത ചോദ്യം പോലെ ഈ കേസ് അവസാനിക്കുമോ എന്ന് ആശങ്കപ്പെടുന്ന പണം നഷ്ടമായ സാധാരണക്കാർ ഒരുപാടാണ്. 27 വയസ്സ് മാത്രമുള്ള അനന്തു കൃഷ്ണൻ എന്ന ആൾക്ക് ഒറ്റയ്ക്ക് നടത്താൻ കഴിയുന്ന തട്ടിപ്പാണോ 1000 കോടിയുടെ കബളിപ്പിക്കൽ? സായി ഗ്രാമം ഡയറക്ടർ ആനന്ദകുമാർ വർഷങ്ങളായി പടുത്തുയർത്തിയ വിശ്വാസ്യത കാപട്യമായിരുന്നോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത്. പരാതികൾ വന്നു തുടങ്ങിയത് മുതൽ പിൻവലിഞ്ഞ ആനന്ദകുമാർ ഇപ്പോൾ എവിടെയെന്നു പോലും അറിയില്ല. കഴിഞ്ഞ 4 ദിവസമായി ശാസ്തമംഗലത്തെ വീട്ടിലേക്ക് പോലും എത്തുന്നില്ല എന്നാണ് വിവരം. അനന്തു കൃഷ്ണൻ ഉപയോഗിച്ചത് ആനന്ദകുമാർ സൃഷ്ടിച്ച നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന ചാരിറ്റബിൾ സംഘടനകളുടെ ശൃംഖലയാണ്. എന്താണ് കോൺഫെഡറേഷൻ എന്ന് പരിശോധിക്കാം. ആനന്ദകുമാർ ഡയറക്ടറായ സായി ഗ്രാമത്തിന് ടാറ്റ ഉൾപ്പെടെ നിരവധി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ സഹായം ലഭിച്ചിരുന്നു. 2 വർഷം മുൻപ് സംസ്ഥാനത്തെ ചെറിയ ചാരിറ്റബിൾ സൊസൈറ്റികളെയും സംഘടനകളെയും ഒരു കുടക്കീഴിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ആനന്ദകുമാർ കോൺഫെഡറേഷൻ ആരംഭിച്ചു. ചെറിയ സംവിധാനങ്ങൾക്ക് സഹായം ലഭിക്കാൻ പ്രയാസമായതിനാൽ കോൺഫെഡറേഷന്റെ നേതൃസ്ഥാനത്തുള്ള സായി ഗ്രാമം ഫണ്ട് എത്തിക്കാം എന്നതായിരുന്നു വാഗ്ദാനം. 4-5 അന്തേവാസികൾ ഉള്ളതും സാമ്പത്തിക ശേഷി ഇല്ലാത്തതുമായ ചാരിറ്റബിൾ സൊസൈറ്റികൾക്ക് ഈ വാഗ്ദാനം വലിയ അനുഗ്രഹമായി. എന്നാൽ ചതി പിന്നാലെ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സൊസൈറ്റികളുടെ നടത്തിപ്പുകാരെയോ ജീവനക്കാരെയോ ആണ് സ്കൂട്ടർ തട്ടിപ്പിനുള്ളിൽ കോർഡിനേറ്റർമാരാക്കി മാറ്റിയത്. ലഭിച്ച ഉറപ്പ് വിശ്വസിച്ച് താഴെത്തട്ടിലെ സൊസൈറ്റിയിലെ പ്രതിനിധികൾ നാടുനീളെ പണം പിരിച്ചു. ഇപ്പോൾ വെട്ടിലായതും ഇതേ പ്രതിനിധികൾ. ആനന്ദകുമാറിന് തുടർച്ചയായി പണം നൽകിയിരുന്നു എന്നാണ് അനന്തു കൃഷ്ണന്റെ മൊഴി സത്യമെങ്കിൽ തട്ടിപ്പ് ആനന്ദകുമാർ അറിഞ്ഞായിരുന്നോ എന്നാണ് ഉയരുന്ന ചോദ്യം. അല്ലെങ്കിൽ അനന്തു കൃഷ്ണൻ ആനന്ദകുമാറിനെ വിദഗ്ധമായി പറ്റിക്കുകയായിരുന്നു. യാഥാർത്ഥ്യം കണ്ടെത്തേണ്ടത് സംസ്ഥാന അന്വേഷണ വിഭാഗങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, News 18.